I will share the screen also. Today we are going to discuss a topic, very important topic. What is the first step for success? What is the first step for success? Usually when we talk about success and when we talk about the steps, two things will come to your mind immediately. And one is hard work, the second one is attitude. വിജയത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ അതിന്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ച ആൾക്കാർ പറയും ഹാർഡ് വർക്ക് ആണ് അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് ആണ് എന്നൊക്കെയാണ് മറുപടികൾ പെട്ടെന്ന് കിട്ടുക. അതിൽ വിയോജിപ്പുമില്ല. കാരണം ഹാർഡ് വർക്ക് ചെയ്താൽ വ്യത്യാസം ഉണ്ടാവും എന്ന് അറിയാത്ത ആരാ ഉള്ളത്? ഹാർഡ് വർക്ക് ചെയ്താൽ എന്തിലും വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ചെയ്യുന്നതിനോടൊക്കെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ ചെയ്യുകയാണെങ്കിൽ അതിനും വ്യത്യാസം ഉണ്ടാവും എന്ന് അറിയാത്ത ആരുമില്ല. ദീസ് ടു തിങ്സ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു. ബട്ട് ആസ് എ ഫസ്റ്റ് സ്റ്റെപ്പ്, ഇതാണോ ആദ്യത്തെ സ്റ്റെപ്പ് വിജയിക്കാൻ ആഗ്രഹമുള്ള ഒരാൾക്ക്? അതോ മറ്റെന്തെങ്കിലും ആണോ? ഞാൻ പലതവണ കാണിച്ചിട്ടുള്ള ഒരു ചിത്രത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ലെറ്റ് us സ്റ്റാർട്ട് ഫ്രം എ പിക്ചർ. യു ആർ സീയിങ് എ പിക്ചർ. ഇവിടെ ഉള്ളപ്പോൾ 100 പേരുണ്ടെങ്കിൽ 100 പേരും ഇപ്പൊ ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന 100 പേരും ഈ പടം കാണുന്നുണ്ട്. ചിലർ ഇതിനു മുമ്പ് കണ്ടവരാണ്, ചിലർ പുതിയ ആളുകളാണ്. ഇത് കാണുമ്പം തന്നെ, ഈ കാണുന്ന മാത്രയിൽ തന്നെ നിങ്ങൾക്ക് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടും ഇതിന് എത്ര പ്രായമുണ്ടെന്ന്. ഞാനിത് ചോദിക്കുകയാണെങ്കിൽ പല ആൾക്കാരും ചെറിയ കുട്ടിയെയാണ് കണ്ടു കാണുക. ഈ ചിത്രത്തിൽ ചെറിയ കുട്ടിയെയാണ് കണ്ടു കാണുക. മറ്റു പലരും കുറച്ച് വളരെ പ്രായമായിട്ടുള്ള ഒരു മുത്തശ്ശിയെയാണ് കണ്ടു കാണുക, ഒരു ഓൾഡ് ലേഡി, ചിലര് വളരെ യങ് ആയിട്ടുള്ള ഒരു ലേഡി. ഈ ഓൾഡ് ലേഡിയെ കണ്ടവർ അന്തം വിടും, എവിടെയാണ് ഈ യങ് ലേഡി? യങ് ലേഡിയെ കണ്ടവരും അന്തം വിടും, എവിടെയാണ് ഈ ഓൾഡ് ലേഡി ഈ പിക്ചറിൽ എന്ന് ആശ്ചര്യം ഉണ്ടാവും. ഇത് തന്നെയാണ് പലപ്പോഴും നമ്മൾ പലരോട് പെരുമാറുമ്പോൾ സംഭവിക്കുന്നത്. നമ്മൾ എന്താണോ കാണുന്നത്, കാഴ്ച ഒന്നാണെങ്കിലും ആളുകൾ കാണുന്നത് പലതരത്തിലുള്ള കാഴ്ചപ്പാടിലൂടെയാണ്. നിങ്ങൾ എങ്ങനെയാണോ കാണുന്നത് ആ കാഴ്ചപ്പാടായിരിക്കും അയാളുടെ റിയാലിറ്റി. സം പീപ്പിൾ വിൽ സീ എ യങ് ലേഡി, സം പീപ്പിൾ വിൽ സീ ആൻ ഓൾഡ് ലേഡി. ഡിപ്പെൻഡിങ് അപ്പോൺ വാട്ട് യു സീ, ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ റിലേറ്റഡ് ടു ദ റിയാലിറ്റി. ഡിപ്പെൻഡിങ് അപ്പോൺ വാട്ട് യു സീ, യു വിൽ ക്രിയേറ്റ് യുവർ ഓൺ റിയാലിറ്റി ഇൻ യുവർ ഓൺ മൈൻഡ്, based on which you will start acting. നിങ്ങൾ എന്താണോ തോന്നുന്നത് അതനുസരിച്ചിട്ടായിരിക്കും ഇത്തരത്തിലുള്ള ഒരാൾ നിങ്ങളുടെ മുമ്പിൽ വന്നാലും നിങ്ങൾ പെരുമാറാൻ പോകുന്നത്. നോക്കൂ, ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഒരു പ്രായമുള്ള ആളുടെ പടമാണെന്ന് നിങ്ങൾക്കറിയാം. ഒരു യങ് ലേഡിയെ മാത്രം കണ്ട ആളുകൾ ഈ ലേഡിയെ എന്തായാലും പ്രായമുള്ള ലേഡിയുടെ പടമാണെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവും. They can see an old lady now. Slowly if you look at it, see, this is the lip of the old lady. ഇതാണ് അവരുടെ ചുണ്ട്, ഇതാണ് ഇവരുടെ ചുണ്ട്. ഇതിനെ ഒരു ചുണ്ടായി കണ്ട് മൊത്തം നോക്കിയാൽ കൊച്ചുകുട്ടിയെ മാത്രം കണ്ടിരുന്ന ആളുകൾ ഇപ്പൊ പതുക്കെ ഒരു ഓൾഡ് ലേഡിയെ കണ്ടു തുടങ്ങും. അതുപോലെ ഇത് ഓൾഡ് ലേഡിയുടെ മൂക്കാണ്, ഇത് ഓൾഡ് ലേഡിയുടെ മൂക്കാണ്, ഇത് ഓൾഡ് ലേഡിയുടെ കണ്ണാണ്, ഇത് ഓൾഡ് ലേഡിയുടെ കണ്ണാണ്. ദിസ് ഇസ് ദ ഐ ഓഫ് ദ ഓൾഡ് ലേഡി, ദിസ് ഇസ് ഐ ഓഫ് ദിസ് ഓൾഡ് ലേഡി, ദിസ് ഇസ് ദ നോസ് ഓഫ് ദിസ് ഓൾഡ് ലേഡി, ദിസ് ഇസ് ദ നോസ് ഓഫ് ദിസ് ഓൾഡ് ലേഡി. സോ in short, people who are looking only at young lady now started seeing old lady also in this picture. Now look at this picture also. This is definitely a picture of the young lady. ഇതൊരു കൊച്ചുകുട്ടിയുടെ പടമാണെന്ന് എല്ലാവർക്കും അറിയാം. ഇതിന്റെ കഴുത്തിലെ നെക്ലേസ് ഇതാണ്. സോ ഓൾഡ് ലേഡിയെ മാത്രം കണ്ട ആളുകള് പതുക്കെ നോക്കി തുടങ്ങി കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ഇതൊരു നെക്ലേസ് ആയിട്ട് കണക്കാക്കിയ. ദിസ് ഇസ് ദ നെക്ലേസ് ഓഫ് ദി young lady and this is the necklace of that young lady. This is the cheek of that young lady, this is the cheek, and this is the ear of that young lady and this is the ear of that young lady. This is the nose of that young lady and this is the nose of that young lady. Now old lady people will start looking at, but slowly they will start seeing young lady. Now after some time you are able to see both in this picture. ഇപ്പൊ രണ്ടും ഈ പിക്ചർ രണ്ട് ആളുകളെയും ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിനെയാണ് ഒരു പാരഡൈം ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഇതിനെയാണ് കാഴ്ചപ്പാടുകളുടെ വ്യതിയാനം എന്ന് പറയുന്നത്. ഇത് കണ്ടു കഴിയുമ്പോൾ ചില ആൾക്കാർക്ക് ഉള്ളിൽ ഈ ഒരു ഫീലിംഗ് ഉണ്ടാവും. പീപ്പിൾ വിൽ ഫീൽ because that is where the paradigm shifts. So why I am telling all these things? Suppose you are looking at somebody and you think that it is a very old lady, but actually she is a young lady.
എന്നിട്ട് പറയാണ് ആൻഡ് തിങ്സ് ആർ നോട്ട് വർക്കിംഗ് ബിറ്റ്വീൻ യു. നിങ്ങൾക്കും ആ പർട്ടിക്കുലർ ആളും തമ്മിലുള്ള കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കുന്നില്ല. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഇറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ് ദാറ്റ് വെൻ യു കമ്മ്യൂണിക്കേറ്റ് വിത്ത് പീപ്പിൾ, those people will be in alignment, should be in alignment in order for the smooth functioning. നന്നായിട്ട് സ്മൂത്ത് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പക്കയായിട്ട് പോകണം. ശരിയല്ലേ? നമ്മൾ പ്രോസ്പെക്ട് ചെയ്യുമ്പോൾ മുതൽ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ നടക്കുന്നത്. അതിന്റെ റീസൺ ഇതാണ്. നമ്മൾ എത്ര ഭംഗിയോടുകൂടി യങ് ലേഡിയെ കാണിച്ചാലും അവർ ചിലപ്പോൾ കാണുന്നത് ഓൾഡ് ലേഡി ആയിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം അത് ഓൾഡ് ലേഡി ആയതുകൊണ്ട് അവരുടെ റിയാലിറ്റി ഓൾഡ് ലേഡി ആയിരിക്കും, നമ്മുടെ റിയാലിറ്റി യങ് ലേഡി ആയിരിക്കും. ഇത് തമ്മിൽ കണക്ഷനേ ഉണ്ടാവില്ല. സോ ദർ വിൽ ബി എ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് if you are seeing only young lady and that person is seeing only the old lady. The scene is same, picture is same, but you are seeing different pictures inside your mind, which is the reality as far as you alone are concerned. നിങ്ങൾക്ക് മാത്രം അതായിരിക്കും റിയാലിറ്റി. അപ്പൊ നിങ്ങളുടെ റിയാലിറ്റിയെ അതേ രീതിയിൽ തന്നെ മറ്റൊരാൾ ഇത് കാണണമെന്നില്ല എന്നുള്ളത് ഇപ്പൊ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. കാരണം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഒരു ടോപ്പിക് കൈകാര്യം ചെയ്യാനായിട്ട് കാലങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പിക്ചറാണ്. ഇതിനെ 70s മുതലുള്ള കഴിഞ്ഞ 50 വർഷമായിട്ട് ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചിത്രമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പെർസെപ്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കാഴ്ചപ്പാടുകൾ എത്രമാത്രം വ്യത്യസ്തമായി മാറുന്നു എന്നുള്ളത്. ഈ സമയത്ത് പോലും ഈ വളരെ ശക്തമായ കാഴ്ചപ്പാടുകൾ ചിലതിനെ കുറിച്ചുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ രണ്ട് പിക്ചറും ഇപ്പോഴും കാണുന്നുണ്ടാവില്ല. അവർ ഇടതുവശത്ത് ഒരു ഓൾഡ് ലേഡിയെ കാണുന്നുണ്ടാവും, പക്ഷെ നടുക്ക് അവർക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല. വലതുവശത്ത് അവരൊരു യങ് ലേഡിയെ കാണുന്നുണ്ടാവും, പക്ഷെ അവർക്ക് നടുക്ക് അവരെ കാണാൻ പറ്റുന്നുണ്ടാവില്ല. അത്ര ശക്തമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് കളറായിരുന്നെങ്കിലോ, ഇതിന് അനക്കമുണ്ടായിരുന്നെങ്കിലോ, ഇത് സംസാരിക്കുന്ന ഒരാളാണിരുന്നെങ്കിലോ, അത് കുറച്ച് സംസാരിക്കാൻ മാത്രമല്ല കുറച്ച് ഇമോഷൻസ് കൂടി ഉണ്ടായിരുന്നെങ്കിലോ, ഇത് കോംപ്ലിക്കേറ്റഡ് ആയി വന്നേനെ അല്ലെ? ഇപ്പൊ സിമ്പിൾ ആയിട്ട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊണ്ട് കോറിയിട്ട ഒരു സാധനം കാണുമ്പോൾ പോലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് 100 പേരോട് ഞാൻ പ്രായം ചോദിച്ചിരുന്നെങ്കിൽ 100 തരത്തിലുള്ള പ്രായങ്ങളാണ് എന്റെ അടുത്ത് ആൾക്കാർ പറയുമായിരുന്നത്. ഇത് കുറച്ചുകൂടി സമയമുള്ള ഒരു ട്രെയിനിങ് ആയിരുന്നെങ്കിൽ ഞാൻ എല്ലാവരോടും ചോദിച്ചിട്ട് സൂം മീറ്റിംഗിൽ തന്നെ ആൾക്കാരോട് ചോദിക്കുമ്പോൾ ഓരോരുത്തർ അൺമ്യൂട്ട് ചെയ്ത് അവരവരുടെ പ്രായം പറയുമ്പോൾ നിങ്ങൾ അന്തം വിട്ട് വേണ്ടോ? കാരണം 100 പേര് 100 തരത്തിലുള്ള പ്രായമാണ് പറയാ. ചുരുക്കത്തിൽ നിങ്ങൾ കാണുന്ന കാഴ്ച അതുപോലെ കാണുന്ന ആരും ഈ ലോകത്തിലില്ല. ഇൻ ഷോർട്ട്, nobody else in the world is sharing the same picture the way you perceive that. നിങ്ങൾ കാണുന്ന പോലെ nobody is sharing the same platform in this world, including your father, mother, brothers, son, children, whoever it is, your partner for life. They are not seeing the same way the way you are seeing things. ഇതാണ് മനസ്സിലാക്കേണ്ട കമ്മ്യൂണിക്കേഷന്റെ ആദ്യം. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു 10 പേരോട് പറഞ്ഞിട്ട് അവർ ജോയിൻ ചെയ്തില്ല എന്ന് കരുതി വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഇനി എത്ര തലകുത്തി മറിഞ്ഞാലും അതായ രീതിയിൽ തന്നെ അവർ കാണുന്നുണ്ടാവില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ഇതിൽ കയറി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് കാര്യമില്ല. കാരണം നിങ്ങളോട് ഹാർഡ് വർക്ക് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ആരുമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക? നിങ്ങളുടെ മനസ്സിൽ അപ്പോഴും കിടക്കുന്നത് ഇതൊരു ഓൾഡ് ലേഡി ആണെന്നാണ്. യങ് ലേഡി ഈസ് ഷോൺ, ഒരു പെൺകുട്ടിയാണ് ഇരിക്കുന്നത്, പക്ഷെ നിങ്ങൾക്ക് തോന്നുന്നത് വയസ്സിൽ തള്ളയാണെന്നാണ്. എന്നിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ പറയുമ്പോഴും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നത് വയസ്സിൽ തള്ളയാന്നുള്ള കാഴ്ചപ്പാടിലാണ്. ആ കാഴ്ചപ്പാടിൽ നിന്ന് നിങ്ങൾ എന്ത് ഹാർഡ് വർക്ക് ചെയ്താലും നിങ്ങൾക്ക് റിസൾട്ട് റോങ് ആയിരിക്കും. കാരണം നിങ്ങളുടെ കാഴ്ചപ്പാട് തന്നെ തെറ്റാണ്. പിന്നെ നിങ്ങൾ എത്ര വർക്ക് ചെയ്തിട്ട് എന്താ കാര്യം? അതുപോലെ ആറ്റിറ്റ്യൂഡ് മാറ്റാൻ പറഞ്ഞാലും നിങ്ങൾ ആറ്റിറ്റ്യൂഡ് മാറ്റാൻ പോകുന്നത് യങ് ലേഡിയെ കുറിച്ചല്ല, ഓൾഡ് ലേഡിയെ കുറിച്ചുള്ള ആറ്റിറ്റ്യൂഡാണ് മാറ്റണം. കാരണം നിങ്ങളുടെ കാഴ്ചപ്പാടിൽ അവർ യങ് ലേഡി അല്ല, ഓൾഡ് ലേഡിയാണ്. ഞാനിപ്പോ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. കാരണം ഹാർഡ് വർക്കും ആറ്റിറ്റ്യൂഡും നിങ്ങളെ സഹായിക്കുമെങ്കിലും കാഴ്ചപ്പാട് തെറ്റായിട്ടുള്ള ഒരു സ്ഥലത്ത് പോയിട്ടാണ് നിങ്ങൾ ഹാർഡ് വർക്കും ആറ്റിറ്റ്യൂഡും മാറ്റണോണ്ട് ഒരു കാര്യമില്ല എന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. ആലോചിച്ച് നോക്കൂ, നമ്മളൊരു യങ് ലേഡിയെ കാണിക്കുകയാണ്. യങ് ലേഡി വി ആർ ഷോയിങ് മോദി കെയർ ആസ് ദ യങ് ലേഡി. 18 വയസ്സുള്ളൂ, വളരെ അടിപൊളിയായിട്ട് പോവാണ്. ഷീ ഈസ് എ വെരി ബ്യൂട്ടിഫുൾ ലേഡി. ബട്ട് പീപ്പിൾ ആർ പെർസ്യൂയിങ്, ഓ മോദി കെയർ വളരെ പഴയ കമ്പനി, എഴഞ്ഞു നീങ്ങുന്ന പ്ലാൻ, ഒരു പൈസയും കിട്ടില്ല, ഇറ്റ്സ് എൻ ഓൾഡ് കമ്പനി, ഇറ്റ്സ് എ വെരി സ്ലോ കമ്പനി. You have to sell the products to the people, and you have to carry products and sell, and it is a very slow moving, very slow in giving money, in giving opportunity, in giving you the percentage of success is also very less. If people perceive like this, you have nothing to do. You can just show the facts, you can just show the necklace, see the necklace, see the nose, see those. Still if they are not able to see, just leave those people, because it is not your fault, it is only their fault, it is their perception. Some people will think that binary is the only opportunity. If their perception is like that, അവരുടെ കാഴ്ചപ്പാട് അങ്ങനെയാണെങ്കിൽ, അവർ ആ തരത്തിലാണ് കാണുന്നതെങ്കിൽ നമുക്കൊന്നും ചെയ്യാനില്ല. ബൈനറിയിലാണ് ഏറ്റവും കൂടുതൽ പണം കിട്ടുന്നത്, ബൈനറി പെട്ടെന്ന് പൈസ തരും, ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചപ്പാടുകളാണ് അവരിയ്ക്കുന്നെങ്കിൽ നിങ്ങൾ കാണും ഒരു കമ്പനിയിൽ നിന്ന് മാറിയാൽ അവൻ അടുത്ത ബൈനറി, അതിന്റെ അടുത്ത ബൈനറി, അതിന്റെ അടുത്ത ബൈനറി, എല്ലാ ചാത്തൻ കമ്പനികളിൽ നിന്ന് കയറി പോണതാണ്. കാരണം അവന്റെ മനസ്സിൽ ഇപ്പോഴും അങ്ങനെ അടിഞ്ഞു കിടക്കുകയാണ് എന്ത്? ബൈനറി ആണ് ഏറ്റവും പെട്ടെന്ന് പൈസ കിട്ടുക, ബൈനറിയിലാണ് ഏറ്റവും കൂടുതൽ പൈസ കിട്ടുക. ഈ രണ്ട് കാര്യങ്ങൾ അവന്റെ തലയിൽ തറഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ട് അവൻ ഒരിക്കലും നമ്മുടെ പോലത്തെ കമ്പനികളിലേക്ക് വരില്ല. കാരണം അവൻ അവിടെ ആ കാണുന്നത് മുഴുവൻ ഓൾഡ് ലേഡിയാണ്.
സോ ഇതൊന്നും നിങ്ങളുടെ ഉത്തരവാദിത്തമല്ല. നിങ്ങളുടെ ഉത്തരവാദിത്തം ഈ രണ്ടും കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഈ പിക്ചർ കാണിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ്. സ്റ്റിൽ അവർക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിൽ വിട്ടുകൊടുക്കുക. ഹാർഡ് വർക്ക് കൊണ്ടോ ആറ്റിറ്റ്യൂഡ് കൊണ്ടോ യാതൊരു മാറ്റവും ഇല്ല. ഇത് മനസ്സിലാക്കിയാൽ തന്നെ നമ്പർ കൂട്ടുന്നതിലാണ് കാര്യം കിടക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഒരു കാര്യം നമ്മൾ അവതരിപ്പിക്കുമ്പോൾ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് തട്ടിപ്പ് എന്നുള്ള രീതിയിലാണ് ഒരാൾ കാണുന്നതെങ്കിൽ അവർ കാണുന്നത് എന്നും തട്ടിപ്പായിട്ട് തന്നെ കാണുക. അതിന് പിന്നെ ഒന്നും ചെയ്യാനില്ല. കാരണം അത് മാനുഫാക്ചറിംഗ് ഡിഫക്റ്റാ. നമുക്ക് ഫാക്ട്സ് കൊടുക്കാം, വെളിച്ചമടിക്കാൻ കൊടുക്കാന്ന് മാത്രമേ ഉള്ളൂ. വെളിച്ചമടിക്കാൻ സാധിക്കും, നമുക്ക് ഇങ്ങനെ കാണിക്കാൻ പറ്റും. എന്താ കണ്ടില്ലേ, നെക്ലസ് കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, അത് കണ്ടില്ലേ, ഇത് കണ്ടില്ലേ. സ്റ്റിൽ അവർക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ അത് നമ്മുടെ കുഴപ്പമല്ല. ഒരു കുറ്റബോധത്തിന്റെ ആവശ്യം അവിടെയില്ല. കഴിവില്ലാത്തതാണെന്ന് സ്വയം വിചാരിക്കരുത് എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇത് നോക്കൂ, ഇത് കറങ്ങുന്നില്ലേ? കറങ്ങുന്ന പോലെ തോന്നുന്നുണ്ടാവും പലർക്കും. ഈ കാണുന്ന പിക്ചറിൽ ഇത് പതുക്കെ അനങ്ങുന്ന പോലെ പലർക്കും തോന്നുന്നുണ്ടാവും. സത്യത്തിൽ അത് അനങ്ങുന്നില്ല. സത്യത്തിൽ അനങ്ങുന്നില്ല. അനങ്ങുന്നുണ്ടെന്ന് തോന്നിയാൽ അവർ നോക്കിയാൽ മതി, അത് അനക്കം നിൽക്കും. അതാണ് അതിന്റെ ഗുണം. അപ്പൊ അനങ്ങാത്തൊരു സാധനത്തുമ്മേ അനങ്ങുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അനങ്ങുന്നുണ്ട് എന്നുള്ള തോന്നലുമ്മയാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് ഒന്നും കറക്റ്റ് ആവില്ല. ബിക്കോസ് യുവർ പ്രൈമറി ബേസ് itself is wrong if you think that it is moving. And if you are taking decisions and if you are working hard on something which will not move, then you will not get result. So the problem is not with your hard work. Problem is not with your attitude. Problem is the only problem where you have got a wrong paradigm. You have got a wrong perception that it is moving. So you are working on a wrong paradigm. That's a problem. See, now again you may feel that it is moving. Some people will feel that okay, it's moving very, very slow. But actually, if you stare at one point, then you will understand that nothing is moving. So hard work or attitude will not make any difference in a wrong paradigm. So the first and foremost important thing is that to create a right paradigm. ശരിയായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ കാഴ്ചപ്പാട് ഒരാളിൽ സ്വാധീനം ചെലുത്തുന്ന പോലെ ജീവിതത്തിൽ ഒന്നും സ്വാധീനം ചെലുത്തുന്നില്ല എന്ന് മനസ്സിലാക്കുക. അപ്പൊ വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ വരണമെങ്കിൽ ഹാർഡ് വർക്കും ആറ്റിറ്റ്യൂഡും കൊണ്ടുവരുന്നതിന് മുമ്പ് ആ പർട്ടിക്കുലർ കാര്യങ്ങളെ കുറിച്ചുള്ള ശരിയായ കാഴ്ചപ്പാടാണെന്ന് ഉറപ്പിച്ചാൽ ബാക്കി എല്ലാം ഓക്കെ. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ശാസ്ത്രീയമായിട്ട് സയന്റിഫിക്കലി ഐ വിൽ ട്രൈ ടു എക്സ്പ്ലെയിൻ വാട്ട് എവർ ഐ ഹാവ് ടോൾഡ് യു റൈറ്റ് നൗ. ഒരു ഈവന്റ് നടക്കുകയാണ്. ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു ആളായിരിക്കാം. ഒരു ഈവന്റ് സംഭവിക്കുന്നു. ആ ഈവന്റ് സംഭവിക്കുമ്പോൾ ഡിസ്റ്റോർഷൻ, ഡിലീഷൻ, ജനറലൈസേഷൻ, ഈ മൂന്ന് കാര്യങ്ങളും വെച്ചിട്ടാണ് ഒരാൾ കാണുന്നത്. അതായത് ചില കാര്യങ്ങളെ നമ്മൾ ഒഴിവാക്കും, ചില കാര്യങ്ങളെ നമ്മൾ ഡിലീറ്റ് ചെയ്യും, ചില കാര്യങ്ങളെ നമ്മൾ ജനറലൈസ് ചെയ്യും. ഇതൊക്കെ നമ്മുടെ തലയിൽ നടന്നിട്ടാണ് ആ ഈവന്റ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതെല്ലാം വ്യത്യസ്തമായിരിക്കും. ഡിസ്റ്റോർഷൻ എന്ന് പറഞ്ഞാൽ വളച്ചൊടിക്കുക, ഡിലീഷൻ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക, ജനറലൈസേഷൻ എന്ന് പറഞ്ഞാൽ സാമാന്യവൽക്കരിക്കുക. ഉദാഹരണത്തിന് നിങ്ങൾ ഉടനെ തന്നെ ഇപ്പൊ എല്ലാവരും കേൾക്കാണ്, കമ്മ്യൂണിസ്റ്റ് എന്ന് കേട്ടാൽ, കോൺഗ്രസ് എന്ന് കേട്ടാൽ, BJP എന്ന് കേട്ടാൽ, നായർ, നമ്പൂതിരി, ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം, ബൈനറി, MLM, ഇങ്ങനെ ഓരോന്നിനെ പറ്റിയും ഉള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടേതായ രീതിയിൽ വളച്ചൊടിച്ചും ഡിലീഷൻ നടത്തിയും ജനറലൈസേഷൻ നടത്തിയിട്ടുമാണ് നമ്മൾ റിസീവ് ചെയ്യുന്നത്. ഇതോടൊപ്പം തന്നെ എന്തൊക്കെയുണ്ട്? നമ്മുടെ ഓർമ്മകള്, നമ്മുടെ തീരുമാനങ്ങൾ, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, വാല്യൂസ്, ബിലീഫ്സ്, പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് എല്ലാം ചേർന്നിട്ട് ഒരു ഇന്റേണൽ റെപ്രസെന്റേഷൻ ഉണ്ടാവും. എന്താണത്? ഇന്റേണൽ റെപ്രസെന്റേഷൻ ഉണ്ടാവും. എന്തിനെ കുറിച്ച്? ഈ കാണുന്ന ഈവന്റിനെ കുറിച്ച്. നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ, ഇപ്പൊ ഞാൻ പറയുന്നത് കേൾക്കുന്നത് പോലും നിങ്ങളുടെ ഉള്ളിലാണ്. യു ആർ ഹിയറിംഗ് മീ നോട്ട് ഔട്ട്സൈഡ് ബട്ട് ഇൻസൈഡ് യുവർ മൈൻഡ്. ആൻഡ് വാട്ട് എവർ യു ആർ സീയിങ് നൗ, നോട്ട് ഔട്ട്സൈഡ്, the picture, the light is reflecting upon an object and it is coming to your eyes and going to the retina, inverted, and then you are getting senses and then you are seeing it inside your head and you are hearing me inside your head. So naturally, according to that, you will have a state, whether it is a good state or bad state or a sad state or whatever state. According to your senses, it will create an internal representation and you have a state accordingly, and you will create a physiology equivalent to that state. അതായത് നമുക്ക് നമ്മുടെ ഉള്ളിൽ കാണുന്ന പിക്ചർ അനുസരിച്ച് നമുക്ക് ഒരു രീതി ഉണ്ടാവും. നമ്മൾ അതിനെ എങ്ങനെ എടുക്കുന്നത്? ഒരു കയറ് കണ്ടു, ഇവിടെ ഒരു കയറായിരിക്കും, പക്ഷെ നിങ്ങളത് കണ്ടത് പാമ്പായിട്ടാണ്. ആ പാമ്പിനനുസൃതമായിട്ടുള്ള ഒരു ബോഡി ലാംഗ്വേജ് വരും. യു ആർ സീയിങ് എ കോഡ് ഹിയർ ആൻഡ് യു ഫീൽ ദാറ്റ് ഇറ്റ് ഇസ് എ snake, and then accordingly you will have a state of fear, and accordingly you will have a maybe you will be shivering, or you may be uttering some words out of your fear, and you may run away from the scene, and you may be sweating because you are totally afraid of snakes.
സോ ദാറ്റ് കൈൻഡ് ഓഫ് ഫിസിയോളജി യു വിൽ ബി ഷോയിങ്. അത്തരത്തിലുള്ള ഒരു ശരീരഭാഷ പുറത്തേക്ക് വരും. ആ ഭാഷയ്ക്ക് അനുസരിച്ചിട്ടാണ് നിങ്ങളുടെ ബിഹേവിയർ ഉണ്ടാവുക. ആ ബിഹേവിയറിനനുസരിച്ചാണ് റിസൾട്ട് ഉണ്ടാവുക എന്നുള്ളതാണ്. ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ നിങ്ങളുടെ ബിഹേവിയർ അനുസരിച്ചാണ് ഒരു റിസൾട്ടിലേക്ക് കാര്യങ്ങൾ വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ ഈ ബിഹേവിയർ എവിടെ നിന്നാ വരുന്നത്? നിങ്ങളുടെ ബോഡി ലാംഗ്വേജിൽ നിന്നാ വരുന്നത്, ഫേഷ്യൽ എക്സ്പ്രഷനിൽ നിന്നാ വരുന്നത്. ഇത് എവിടെ നിന്നാ വരുന്നത്? ബോഡി കെമിസ്ട്രി എന്നാ വരുന്നത്, ഒരു സ്റ്റേറ്റിൽ നിന്നാ വരുന്നത്. ഈ സ്റ്റേറ്റ് എവിടെ നിന്നാ വരുന്നത്? ഇന്റേണൽ റെപ്രസെന്റേഷനിൽ നിന്നാ വരുന്നത്. ഇന്റേണൽ റെപ്രസെന്റേഷൻ എവിടെ നിന്നാ വരുന്നത്? ഈ ഫിൽറ്ററുകൾ കഴിഞ്ഞ എല്ലാ കളികളും നിങ്ങൾ കളിച്ചിട്ടാണ് ഇത് വരുന്നത്. അപ്പൊ ഇവിടെ നടക്കുന്ന ഈവന്റുമായിട്ട് നിങ്ങളുടെ ഈ ഇന്റേണൽ റെപ്രസെന്റേഷന് ഒരു ബന്ധവും ഇല്ല എന്നുള്ളതാണ് സുഹൃത്തുക്കളെ. അൺഫോർച്ചുനേറ്റ്ലി വാട്ട് എവർ ഈസ് ദ ഈവന്റ്, by the time it happens here, it is not a clear cut 100% event. You have your own manipulation. വളച്ചൊടിച്ചതും ഒഴിവാക്കപ്പെട്ടും ഡിലീഷനും കഴിഞ്ഞാണ് ഇവിടെ വരുന്നത്. ഉദാഹരണത്തിന് വിനോദ് നമ്പൂതിരി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലാവും നമ്പൂതിരി. പലരും പലതരത്തിലാണ് കാണുക. ചിലർക്ക് ബഹുമാനം, ചിലർക്ക് പുച്ഛം, ചിലർക്ക് കുടുംബ, ചിലർക്ക് വേറെ പല കാര്യങ്ങളും. അതുപോലെ ട്രെയിനർ, ട്രെയിനിങ് ആണല്ലേ, അതിങ്ങനെയായിരിക്കും. എല്ലാത്തിനെയും കുറിച്ചും നമുക്ക് എന്തൊക്കെയുണ്ട്? ഒഴിവാക്കപ്പെടലും വളച്ചൊടിക്കലും സാമാന്യവൽക്കരിക്കും ഒക്കെ ചെയ്തിട്ടാണ് വരുന്നത്. ചില ആൾക്കാർ അവർ നല്ലവരാണ്, മറ്റത് ചീത്തയാണ്. നമ്മുടെ ബിലീഫ്സ്, അതും ഈ ആറ്റിറ്റ്യൂഡ്സ് എല്ലാം ചേർന്ന് കുളമാക്കിയ ഒരു പിക്ചറാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ചുരുക്കത്തിൽ നിങ്ങൾ ഒരിക്കലും, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക, യു വിൽ നെവർ എവർ ഗെറ്റ് ദ റൈറ്റ് പിക്ചർ ഓർ റൈറ്റ് പെർസ്പെക്ടീവ് ഓഫ് എനിത്തിങ്. ജീവിതത്തിൽ ഇന്ന് വരെ നിങ്ങൾക്ക് അതിനെയാണ് മായ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വൈ ഓൾഡ് സ്ക്രിപ്റ്റേഴ്സ് സേ മായ മായ മായ. ബിക്കോസ് ഇത് മായല്ല, ഇവിടെയുള്ള ഈവന്റോ ഈ വ്യക്തിയോ മായല്ല. പക്ഷെ അത് ഇതിലൂടെ കടന്നു വന്ന് ഇവിടെ വരുമ്പോൾ ഇതൊരു മായാരൂപമായി മാറുന്നു. ബിക്കോസ് യുവർ മൈൻഡ് ഈസ് ഇൻ ബിറ്റ്വീൻ. Your mind is in between. Just like you are putting a stick in the water, in a still water, you will see a bending in that stick. Once you see, because stick is not bent. Actually, it is a straight stick. But once you put it in the inside the water, once you see the reflection, you will see a slight bend. Like that, you will get only a bent picture here on whatever it is. ഞാൻ തലകുത്തി നിന്നാലും, even if I stand on my head and inform you on all the aspects of this training or all the aspects of MLM, all the aspects of Modi Care, all the aspects of the benefits, you will not get 100% of what I am trying to tell you. I can maximum try out my level best to show you what it is. But whatever you get here is only an internal representation based on which you will develop a state, and based on which you will develop a body language, posture and facial expression, and that will become a behavior. Accordingly, world will give you results, because world will reciprocate with you. World will resonate with you. It will respond and reciprocate according to what you give. So you can change either here or here or here or here. Here you have no control. It is an event. But your perception, you can change. Here corona has come. Now how you are taking to this, anyway the 100% will not happen. Anyway it is a manipulated figure. എന്തായാലും ഇത് മാനിപ്പുലേഷൻ ആണ്, എന്തായാലും കറക്റ്റ് ആയിട്ട് കാണത്തില്ല. എന്നാ പിന്നെ നമുക്ക് അനുകൂലമായി നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന രീതിയിലുള്ള ഒരു പിക്ചർ അല്ലേ ഇടാൻ നല്ലത്? അങ്ങനെ ചിന്തിക്കണം. കൊറോണ കാലം വന്നതോടുകൂടി ഞാൻ കുറച്ചുകൂടി ഡിസിപ്ലിൻഡ് ആയി. കൊറോണ കാലം വന്നതോടുകൂടി എന്റെ ഹാബിറ്റ്സ് കുറച്ചുകൂടി ബെറ്റർ ആയി. കൊറോണ കാലം വന്നതോടുകൂടി ഞാൻ കുറച്ചുകൂടി സാധനങ്ങൾ വായിച്ചു തുടങ്ങി. ഞാൻ കൂടുതൽ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു. ഗുഡ്. ഞാൻ സൂം മീറ്റിംഗ് പഠിച്ചു. വെരി ഗുഡ്. വെൻ ഐ ഫീൽ ഗുഡ്, എന്റെ ബോഡി കെമിസ്ട്രി മാറി, എന്റെ സ്റ്റേച്ചർ മാറി, എന്റെ കോൺഫിഡൻസ് മാറി, എന്റെ എല്ലാം മാറി. ആ കാര്യങ്ങള് പുറത്തേക്ക് വരും. ഞാനിപ്പോ സൂം മീറ്റിംഗിലാണെങ്കിൽ അത് പുറത്തേക്ക് വരും. അതനുസരിച്ചിട്ടുള്ള റിസൾട്ടും കാര്യങ്ങളും എനിക്ക് കിട്ടും. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ്. അതിനിപ്പോ ബോഡി കെമിസ്ട്രി ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസ്പെക്ട് ആണ്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം മാത്രം പറയാം. ഈ സമയത്ത് തന്നെ നിങ്ങൾ കയ്യിൽ പേന ഉണ്ടെങ്കിൽ നിങ്ങൾ ആ പേന എടുത്ത് ഒന്ന് കടിച്ചു പിടിക്കുക. ഒരു പേന എടുക്കുക. നിങ്ങൾ എന്തെങ്കിലും നോട്ട് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ ആ പേന എടുക്കുക, കടിച്ചു പിടിച്ചിട്ട് പല്ലുകൾ പുറത്ത് കാണുന്ന രീതിയിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഈ എന്നുള്ള രീതിയിൽ സംസാരിക്കണ്ട, ഈ എന്ന് കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒന്ന് ഡിപ്രഷൻ ആവാൻ പറ്റുമെന്ന് നോക്കുക. ഈ എന്നുള്ള രീതിയിൽ വേണം കടിക്കാൻ. ഈ ചുണ്ടുകളുടെ രണ്ട് സൈഡും ഇങ്ങനെ വിടരണം, ഈ എന്നുള്ള രീതിയിൽ. അങ്ങനെ വിടന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് നിങ്ങൾക്ക് ഡിപ്രഷൻ ആവാൻ പറ്റണ്ടോ എന്ന് നോക്കുക. ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മരിച്ചുപോയ ഒരാളെ കുറിച്ച് ഓർത്താൽ മതി, ഓട്ടോമാറ്റിക്കായിട്ട് ഡിപ്രഷൻ വരും. കാരണം അയാൾക്ക് പകരം വെക്കാൻ മറ്റൊരാൾ നിങ്ങളുടെ ജീവിതത്തിലില്ല. പറ്റുമെന്ന് നോക്കുക. പറ്റില്ല. അതിന്റെ അർത്ഥം ബോഡി നിങ്ങളെ സപ്പോർട്ട് ചെയ്യാതെ നിങ്ങൾക്ക് ഒരു വികാരം പോലും കൊണ്ടുവരാൻ പറ്റില്ല. അപ്പൊ ഡിപ്രഷൻ പോലും നമുക്ക് എത്ര വേണമെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിലാണെന്നുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരു സെക്കൻഡ് കൊണ്ട് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ആരെങ്കിലും വേർപാട് വന്നാലും മറ്റുള്ള കാര്യങ്ങൾ വന്നാലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഡിപ്രഷൻ മാറ്റാൻ വെറുതെ ഒരു പല്ലിനിടയിൽ ഒരു
വെറും ഒരു പേനയോ ഒരു വടിയോ കടിച്ചു പിടിച്ചിട്ട്, ഒരു പെൻസിലോ കടിച്ചു പിടിച്ചിട്ട് ഈ എന്ന് പറഞ്ഞാൽ ആ സെക്കൻഡ് പോകുന്നതേ ഉള്ളൂ ഡിപ്രഷൻ. കാരണം നിങ്ങളുടെ ബോഡി സ്ട്രക്ചർ സപ്പോർട്ട് ചെയ്യാതെ നിങ്ങൾക്ക് ഒരു വികാരം കൊണ്ടുവരാൻ പറ്റില്ല. സോ ഇതാണ് ഇതിന്റെ ഒരു ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ മോഡൽ. നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു വലിയ ഒരു അറിവാണിത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്നും കൂടി ആവർത്തിക്കുകയാണ്. ഒരു ഈവന്റ് വരുന്നു, ഈ പറയുന്ന ഡിലീഷൻ, ഡിസ്റ്റോർഷൻ, ജനറലൈസേഷൻ എന്ന് പറയുന്ന ഒരു വലിയ ഫിൽറ്ററിലൂടെ അതിനിടയിൽ നിങ്ങളുടെ ലാംഗ്വേജ്, മെമ്മറി, നിങ്ങളുടെ മെറ്റാ പ്രോഗ്രാംസ്, വാല്യൂസ്, ബിലീഫ്സ്, ആറ്റിറ്റ്യൂഡ്, ഇങ്ങനെ സ്ഥലങ്ങളിലൊക്കെ തട്ടിമറിഞ്ഞ് ഒരു ഇന്റേണൽ റെപ്രസെന്റേഷൻ ഇവിടെ ഉണ്ടാവും. ഈ ഈവന്റുമായി യാതൊരു ബന്ധം ഉണ്ടാവില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, ബന്ധം ഉണ്ടാവും. പക്ഷെ വളച്ചൊടിക്കപ്പെട്ട ഇതുമായി കൃത്യമായി 100% വരുന്ന ഒരു ഇന്റേണൽ റെപ്രസെന്റേഷൻ അല്ല. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതാണ് റിയാലിറ്റി. റിയാലിറ്റി ഇവിടെയാണ് സംഭവിക്കുന്നത്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതാണ് റിയാലിറ്റി ആയി വരുന്നത്. ആ റിയാലിറ്റിക്ക് അനുസൃതമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്, ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടാവും. ആ സ്റ്റേറ്റിന് അനുസൃതമായിട്ടുള്ള ഒരു ഫിസിയോളജി, ഒരു ബോഡി ലാംഗ്വേജ് നിങ്ങൾക്ക് ഉണ്ടാവും, ഫേഷ്യൽ എക്സ്പ്രഷൻ ഉണ്ടാവും. അക്കോർഡിംഗ്ലി യു വിൽ ഹാവ് എ ബിഹേവിയർ. ആ ബിഹേവിയറിന് അനുസൃതമായ റിസൾട്ടും നിങ്ങൾക്കുണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത്ര ശക്തമായ കാഴ്ചപ്പാടാണ് ഓരോന്നിനെ കുറിച്ച് നിങ്ങൾക്കുള്ളത്. അപ്പൊ ഇപ്പൊ നിലവിലുള്ള ഒരു ജീവിതത്തെക്കുറിച്ചും വിജയത്തെക്കുറിച്ചും വർക്കിനെ കുറിച്ചും ആത്മീയതയെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും പണത്തെക്കുറിച്ചും MLM-നെ കുറിച്ചും മോദി കെയറിനെ കുറിച്ചും ഒക്കെ ഉള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് പോലും ഈ ഇരിക്കുന്ന 100 പേർക്ക് 100 തരത്തിലാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നതിന് മുമ്പും ആറ്റിറ്റ്യൂഡ് കറക്റ്റ് ആകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് കാഴ്ചപ്പാടുകൾ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ബിഫോർ യു പുട്ട് ഇൻ യുവർ എഫേർട്ട് ആൻഡ് ആറ്റിറ്റ്യൂഡ് ചേഞ്ച്, യു ഷുഡ് make sure that you are in the right paradigm of life, success, work, spirituality, love, money, MLM and Modi care. For example, even one sentence can change your whole paradigm, whole കാഴ്ചപ്പാട്. എല്ലാ തരത്തിലുള്ള കാഴ്ചപ്പാടും എല്ലാ തരത്തിലുള്ള പാരഡൈം മാറ്റാൻ ഒരു സെന്റൻസ് കൊണ്ട് പറ്റും. ഫോർ എക്സാമ്പിൾ, ജീവിതം, ഞാൻ പറയാണ് ജീവിതം ഒരു പുസ്തകമാണ്. അതൊരു കാഴ്ചപ്പാടാണ്. ജീവിതം ഒരു പുസ്തകമാണ്, ഓരോ ദിവസവും ഓരോ പേജാണ്. അതൊരു കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാട് തന്നെ അങ്ങനെയാണെങ്കിൽ ഞാൻ വളരെയധികം ശ്രദ്ധിക്കും. കാരണം ഒരു ദിവസം പോലും വെറുതെ പാഴായിട്ട് മറഞ്ഞു പോകാൻ ഞാൻ അനുവദിക്കില്ല. ആ കാഴ്ചപ്പാട് എന്നെ പിടിച്ചു വലിക്കും. If I think that life is a book, then every day I will be so busy making sure that no pages are turning without getting the signature. So what is success? Getting the signature of people. If I follow an attitude, എനിക്ക് ഇങ്ങനത്തെ ഒരു പാരഡൈം ആണ്. If I follow a paradigm that success is nothing but the signatures I receive on a page every day. എല്ലാ ദിവസവും ജീവിതത്തിന്റെ പേജ്, ബുക്ക് എന്നുള്ള പേജിൽ എനിക്ക് കിട്ടുന്ന ഒപ്പുകളാണ് എന്റെ വിജയം. എങ്ങനെയാണ് ഒപ്പ് കിട്ടുക? ആൾക്കാരുടെ ഹൃദയങ്ങളെ ഏതെങ്കിലും തരത്തിൽ, ഒരാളെ സാധനം വഴിയോ സേവനം വഴിയോ ആശയം വഴിയോ ഏതെങ്കിലും ഒരു വ്യക്തിയെ ഇവിടെ ഇരിക്കുന്ന ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് എത്താനായിട്ട് ഞാൻ സഹായിക്കുമ്പോൾ എനിക്കൊരു ഒപ്പ് കിട്ടും. അതാണ് സക്സസ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഞാൻ ഉണർന്നിട്ടാൽ ആ കാഴ്ചപ്പാട് ജീവിതകാലം മുഴുവൻ എന്നെ പിടിച്ചു വലിക്കുന്ന വലിയൊരു ശക്തമായ ഘടകമായിരിക്കും. ഞാൻ ഹാർഡ് വർക്ക് ചെയ്തില്ലെങ്കിൽ, ആറ്റിറ്റ്യൂഡ് കറക്റ്റ് ചെയ്തില്ലെങ്കിൽ പോലും ഈ ഒരു കാഴ്ചപ്പാട് എന്നെ വലിച്ചഴിക്കും, എന്റെ ജീവിതം മാറ്റിമറിക്കും എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ കാഴ്ചപ്പാട് ശരിയല്ലാത്ത ഒരാളെ എത്ര വർക്ക് ചെയ്തിട്ടും കാര്യമില്ലാത്തതിന്റെ റീസൺ ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് വർക്ക്? ഒരു വർക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഓപ്പർച്യൂണിറ്റി. എന്തിന്? സക്സസ് ആവാൻ വേണ്ടി നമുക്ക് തരുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് വർക്ക് എന്ന് പറയുന്നത്. ഇത് ശമ്പളം കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ഒരു ഏർപ്പാടല്ല. വർക്ക് എന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന സിഗ്നേച്ചർ കിട്ടാൻ വേണ്ടി കിട്ടുന്ന പ്ലാറ്റ്ഫോം ആണ്. ഇറ്റ്സ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ക്രിയേറ്റ് സിഗ്നേച്ചേഴ്സ് എവറി ഡേ ഫോർ സക്സസ്. സ്പിരിച്വാലിറ്റി ഇസ് നത്തിങ് ബട്ട് ഇൻക്ലൂസീവ്നെസ്. എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ് സ്പിരിച്വാലിറ്റി. അതിനപ്പുറത്തേക്ക് ഒരു സ്പിരിച്വാലിറ്റി ഇല്ല. അടുത്ത് നിൽക്കുന്നവൻ സഹോദരനാണെന്ന് അറിയുന്നു, ഞാനും മറ്റൊരാളിലും തുടിക്കുന്നത് ഒന്നാണെന്ന് അറിയുന്നു, ഞാനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധവും ഞാനും അവരും തമ്മിലുള്ള ബന്ധവും മനസ്സിലാക്കിയ ആള് സ്പിരിച്വൽ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതെന്റെ കാഴ്ചപ്പാടാണ്. അത് എന്റെ കാഴ്ചപ്പാടാണെങ്കിൽ എന്നെ ഇനി അങ്ങോട്ട് മുമ്പോട്ട് പോകുന്ന ഒക്കെ എന്നെ അത് വലിച്ചയച്ചുകൊണ്ടിരിക്കേണ്ടാവും. സ്പിരിച്വാലിറ്റിയെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാം ആ കാഴ്ചപ്പാടിലൂടെയാണ് ഞാൻ കാണുന്നുണ്ടാവുക. അപ്പൊ റൈറ്റ് കാഴ്ചപ്പാടിലേക്ക് ഒരാൾ വന്നാൽ തന്നെ അവന്റെ ജീവിതം മാറിമറിക്കും. അല്ലെ? സ്നേഹം എന്ന് പറയുന്നത്, പൈസ, പണം എന്ന് പറയുന്നത് ഒരു ഉപോൽപ്പന്നമാണെന്ന് കരുതുന്ന ഒരാളും പണമാണ് എല്ലാം എന്ന് വിചാരിക്കുന്ന ആളും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ് കാഴ്ചപ്പാടുകൾ. അവർ ചെയ്യുന്നത് മോദി കെയർ ആയിരിക്കും, പക്ഷെ അവരുടെ കാഴ്ചപ്പാടുകൾ വ്യത്യാസമാണെങ്കിൽ അവരുടെ ആക്ടിവിറ്റി മുഴുവൻ ഡിഫറെന്റ് ആയി മാറും പിന്നീട്. കാരണം ശക്തമായി വലിച്ചഴക്കുന്നതെല്ലാം കാഴ്ചപ്പാടുകളാണ്. അപ്പൊ പണം എന്ന് പറയുന്നത് വെറും ഒരു ഉപോൽപ്പന്നമാണ്. ഇറ്റ്സ് ഓൺലി ബൈ പ്രൊഡക്റ്റ്. മണി ഇസ് ഓൺലി ബൈ പ്രൊഡക്റ്റ്. If somebody thinks like that, then he is in the right perspective. He is in the right paradigm of success. എന്താണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്? എന്താണ് മോദി കെയർ? ഇതൊക്കെ ഡിഫറെന്റ് പാരഡൈംസ് ആണുള്ളത്. അപ്പോ if you want a big change, if you want a big success, if you want a mammoth of success, a great success, make sure you have the right paradigm on each and every subject in your life. ചേഞ്ച്, ഒരു റിസൾട്ട് ചേഞ്ച് ചെയ്യാൻ ഏറ്റവും എളുപ്പവും ഏറ്റവും പെട്ടെന്നും ഏറ്റവും പ്രമാദവും ഒരാളുടെ ജീവിതത്തെ അടിമുടി മാറ്റുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് നോട്ട് ഹാർഡ് വർക്ക് ഓർ ഇറ്റ് ഈസ് നോട്ട് എ ചേഞ്ച് ഓഫ് ആറ്റിറ്റ്യൂഡ്, ഇറ്റ് ഈസ് ദ പാരഡൈം ഷിഫ്റ്റ്. ചില ആൾക്കാരൊക്കെ മരിക്കുമ്പോഴാണ് ചില ആൾക്കാരൊക്കെ വില മനസ്സിലാവുന്നത്. അപ്പൊ തന്നെ മാറി. അയ്യോ,
ചില ആളുകൾക്ക് ആക്സിഡന്റ് വരുമ്പോഴാണ് ആൾക്കാർക്ക് മനസ്സിലാവുന്നത്. ചിലപ്പോൾ കൊറോണ ലോകത്ത് വന്ന് ക്ലോസ് ഡൗൺ ചെയ്തപ്പോൾ അതൊരു പാരഡൈം ഷിഫ്റ്റ് ആണ്. കൊറോണ ടൈം വന്നപ്പോഴാണ് എനിക്ക് എന്റെ വീടിനോട് ചുറ്റുമുള്ള ചെടികളെ പറ്റി മനസ്സിലായത്, എന്റെ വീടിന് ചുറ്റുമുള്ള എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായത്. എനിക്ക് എന്റെ കുടുംബത്തിന്റെ ഒപ്പം കൂടുതൽ ഇരുന്നപ്പോൾ എനിക്ക് കുറച്ചും കൂടി കാര്യങ്ങളെ അവരെ കുറിച്ച് മനസ്സിലായത്, അവരുമായിട്ടുള്ള ഊഷ്മളത കൂടിയത്. ഇറ്റ് വാസ് എ പാരഡൈം ഷിഫ്റ്റ്. ഈ പാരഡൈം ഷിഫ്റ്റ് ഉണ്ടായാൽ മാത്രമേ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ട രീതിയിൽ വേണം കൈകാര്യം ചെയ്യാനായിട്ട്. അപ്പൊ എന്താണ് ടേക്ക് ദ ഫസ്റ്റ് സ്റ്റെപ്പ്? എന്താണ് ആദ്യത്തെ സ്റ്റെപ്പ്? ക്രിയേറ്റ് റൈറ്റ് പാരഡൈംസ്. ശരിയായ കാഴ്ചപ്പാടുകൾ ഇട്ടാൽ തന്നെ 80% ജോലി കംപ്ലീറ്റഡ് ആണ്. അതിനധികം ആലൊന്നും വേണ്ട, ഒരു സെക്കൻഡ് മതി ഒരു കാഴ്ചപ്പാട് കൊണ്ടുവരാൻ. ഒരു കണ്ണട കിട്ടുന്ന പോലെയാണ്. കണ്ണടകൾ വേണം എന്ന് പറയുന്ന സാധനമാണ്. ശരിയായ കണ്ണട, ക്ലാരിറ്റി വന്നു, ക്ലാരിറ്റി കിട്ടി. ആ ക്ലാരിറ്റി യു ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് ഇൻ 1 സെക്കൻഡ്. യെസ്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഇപ്പോഴാണ് മനസ്സിലായത്. സാറ് പറഞ്ഞ ക്ലാസ് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. MLM മോദി കെയറിന്റെ പൊസിഷൻ ഇപ്പോഴാണ് മനസ്സിലായത്. എങ്ങനെ വേണം ഇതിനെ അപ്രോച്ച് ചെയ്യാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ആ ഒരൊറ്റ മനസ്സിലാകലാണ് ചിന്തകൾ മുഴുവൻ മാറ്റുന്നതും. ആ കാഴ്ചപ്പാടിൽ നിന്നാണ് ബാക്കി എല്ലാം വരുന്നത്. ഹാർഡ് വർക്ക് ചെയ്യാനുള്ള താല്പര്യവും ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യണമൊക്കെ അവിടെ നിന്നാണ് വരുന്നത്. അപ്പൊ സ്വയം മനസ്സിലാക്കി കളിക്കണം എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. പാരഡൈം ഷിഫ്റ്റ് ഈസ് ക്രിട്ടിക്കൽ ഫോർ എനി ബിഗ് ചേഞ്ച് ആൻഡ് ഗ്രോത്ത്. വളരെ വളരെ നിർണായകമാണ്. അതായത് വെറും ഒരു ജോലിക്കാരന്റെ കാഴ്ചപ്പാടും ഒരു സെൽഫ് എംപ്ലോയിയുടെ കാഴ്ചപ്പാടും നോക്കട്ടെ എന്ന് പറഞ്ഞ കാഴ്ചപ്പാടും ഒക്കെ ആയിട്ട് ഈ വലിയ സാധനത്തിൽ കയറി നിന്ന് കറക്കാൻ നോക്കുമ്പോൾ കറങ്ങാണ്ട് കൈയും കാലും കഴിച്ച് എന്നെ കൊണ്ട് പറ്റണമല്ല എന്ന് പറഞ്ഞ് ഇറങ്ങി പോകുന്നവരാണ് കൂടുതൽ. അവരെ തുടക്കം മുതലേ ഇത് കാഴ്ചപ്പാട് മാറ്റുമ്പോൾ 85% പേരും വീട്ടിലും നാട്ടിലും സ്കൂളുകളിലും ഓർഡിനറി ആവാനുള്ള കാഴ്ചപ്പാടുകളാണ് കൊടുക്കുന്നത്. അവരുടെ വർത്തമാനങ്ങളിൽ ഓർഡിനറി ഉണ്ട്, അവരുടെ തീരുമാനങ്ങളിൽ ഓർഡിനറി ഉണ്ട്, അവരുടെ സംസാര രീതിയിൽ ഓർഡിനറി ഉണ്ട്. ദാരിദ്ര്യം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ദാരിദ്ര്യം പഠിപ്പിക്കുന്ന വീടുകൾ, ദാരിദ്ര്യം പഠിപ്പിക്കുന്ന സൊസൈറ്റി, ദാരിദ്ര്യം പഠിപ്പിക്കുന്ന സ്കൂൾ സിസ്റ്റം. അങ്ങനെയാണ് അവരുടെ കാഴ്ചപ്പാടുകൾ അങ്ങനെയായി മാറിയത്. അവരെ മാറ്റിമറിക്കാൻ ട്രെയിനിങ്ങുകൾ വഴിയും അവരുടെ ജീവിതത്തിലേക്ക് ലൈറ്റ് അടിച്ചും മാത്രമേ പറ്റുള്ളൂ. 12% പേരാണ് ഗുഡ് പഠിച്ചവരും ആ അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുന്നവരും. 3% ആണ് ഗ്രേറ്റ് പഠിച്ചവരും ഗ്രേറ്റ് രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരും ഉള്ളത്. ഇത് മനസ്സിലാക്കുക. ഒരു പാരഡൈം, ഒരു കാഴ്ചപ്പാട് മാറിയുമ്പോൾ മാത്രമാണ് ഈ ഓർഡിനറി ഗുഡ് ആവണതും ഗുഡ് ഗ്രേറ്റ് ആവാനും ഒക്കെ സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ അവരവിടെ തന്നെ ഇരിക്കും. വെറുതെ ഹാർഡ് വർക്ക് ചെയ്യിപ്പിച്ചോണ്ടോ ലിസ്റ്റ് ചെയ്യിപ്പിച്ചോണ്ടോ കാര്യമില്ല. ആദ്യം വേണ്ടത് റൈറ്റ് കാഴ്ചപ്പാടുകളാണ്. അപ്പൊ ഇഫ് യു വാണ്ട് ടു ചേഞ്ച് യുവർ ലൈഫ്, ചേഞ്ച് യുവർ പാരഡൈംസ്, ബിക്കോസ് ദ ലൈഫ് ഈസ് വെരി വെരി ന്യൂട്രൽ. ഹൗ യു സീ, എന്താണ് നിങ്ങളുടെ കാഴ്ചപ്പാട്? ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ പാരഡൈം. ഇഫ് യു തിങ്ക് ദാറ്റ് you are ordinary, then you are going to be ordinary always. If your paradigm is that you are good, then you are only remain good. If you are thinking that I am 3%, I belong to 3% great, that is my paradigm about my life. If you think like that, you will become one. No doubt about it. Because everybody in nature is very, very, very democratic. What you want, you will get. Whatever you ask, you will get. It is like a cafeteria where you take it and you pay the price. You take it, you pay the price. If you are great, you take 1,000 list. If you are only good, you go for 100 list of people. If you are just ordinary, you just try for 2-3 people and sit in your home. That's it. It all depends upon how is your paradigm about success in MLM, etc. So how brain works. Along with that, ഇതിനോട് ചേർന്ന് തന്നെ ഒരു കാര്യം കൂടി പഠിക്കുക. ഇത് ഞാൻ പണ്ട് പഠിപ്പിച്ചിട്ടുണ്ട്, എന്നാൽ ഇതിനോട് ചേർന്ന് തന്നെ വായിച്ച് പഠിക്കേണ്ട ഒരു കാര്യമാണ്. പ്രൈമറി ഫംഗ്ഷൻ എന്താണ് ബ്രെയിനിന്റെ? നിങ്ങളുടെ തലച്ചോറ് ബേസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ എല്ലാ ജീവിതത്തിലെ മാറ്റങ്ങളും വരാൻ പോകുന്നത്. എങ്ങനെയാണ് ബ്രെയിൻ വർക്ക് ചെയ്യുന്നത്? എന്ത് പുതിയ കാര്യം കണ്ടാലും ഇത് എന്താ സാധനം, ഇതിന് ഞാനുമായിട്ട് എന്താ ബന്ധം, ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? ബ്രെയിൻ ഓൾവേസ് തിങ്സ് ലൈക്ക് ദിസ്. ഇറ്റ്സ് പ്രൈമറി ഫംഗ്ഷൻ ഈസ് പ്രൊട്ടക്ഷൻ, because it doesn't want to cause problem for us. So whatever new he understand, whatever new comes to us, brain will think, what is it? How is it related to me? And what am I supposed to do? And only if it is big, which is something very big, brain will take notice. Otherwise, brain will ask you to sleep. Okay, no problem. You continue whatever you are doing. This is nothing. It is just joining free and taking some products. MLM is like that. He was no success in any place. So he was just calling me and asking me my ID and this thing, ID proof and address proof. Let me send it. He is not going to work and this is not going to work. I am not going to work because this is not something big. Only when brain understands that this is something big, brain will start working. It is applicable for you, me, and those people whom we are trying to contact on a day-to-day basis. When it comes to brain, the only part which is going to be very critical for your success is RIS, because RIS is responsible for goal setting and goal achievement also. What is RIS? Reticular activating system.
ബിക്കോസ് ഇറ്റ് ഈസ് ക്രിയേറ്റിംഗ് എ ന്യൂറൽ പാത്വേ, എ ന്യൂ ന്യൂറൽ പാത്വേ. ഒരു നാഡീവ്യൂഹം പുതിയതായിട്ട് സൃഷ്ടിക്കപ്പെടും. നമ്മളൊരു സാധനം വലിയ സീരിയസ് ആയിട്ട് എടുക്കണം. എപ്പോഴേ RIS വർക്ക് ചെയ്യാന്നറിയോ? RIS നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവൻ നമുക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. RIS is like a secretary. RIS is working as a private secretary for us because once he takes up things, if RIS is taking up things, then 24 hours RIS is in control. RIS will take care of everything. എന്തൊക്കെയാണ് RIS ചെയ്യുക? എന്തൊക്കെയാണ് റെറ്റിക്കുലർ ആക്ടിവേഷൻ സിസ്റ്റം നമുക്ക് വേണ്ടി ചെയ്യുക? അത് ചെയ്യിപ്പിക്കാൻ എന്ത് വേണം? ഇവനെ ഉണർത്താൻ എന്ത് വേണം? ഒന്ന്, വലിപ്പം ഉണ്ടെങ്കിലേ ഇവൻ അനങ്ങുള്ളൂ. അതും വെറും പിക്ചറിലല്ല, മൂവി പോലെ വേണം. മൂവിയുടെ ഗുണം എന്താണ്? മൂവി അനങ്ങും, സംസാരിക്കും, ഇമോഷൻ ഉണ്ട്, അതിൽ ബിഗ് പിക്ചർ ഉണ്ട്. അപ്പൊ ബിഗ് മൂവി പോലെ നമ്മളെ തന്നെ ഭാവിയിൽ എന്തൊക്കെ ആവും എന്നുള്ളതിനെ കുറിച്ച് ഒരു വിഷൻ ഡെവലപ്പ് ചെയ്തെടുത്താൽ, അതിനെ വൈകാരികമായിട്ട് ഇടപെട്ടാൽ മാത്രമേ, അതും റിപ്പീറ്റഡ് ആയിട്ട് ചെയ്താൽ മാത്രമേ പുതിയ വഴിത്താരകൾ ഉണ്ടാവുള്ളൂ. നമ്മുടെ നാഡീവ്യൂഹത്തിൽ പുതിയ വഴിത്താരകൾ സൃഷ്ടിക്കും. പഴയ വഴിത്താരകൾ പതുക്കെ പതുക്കെ കരിയില വന്ന് മൂടി പുതിയ വഴിത്താരകൾ ഉണ്ടാവണമെങ്കിൽ സ്ഥിരമായി നടക്കണം. ശരിയല്ലേ? അപ്പൊ സ്ഥിരമായി നടക്കണം. എങ്ങനെ? വലിയൊരു പിക്ചർ നമ്മളെ തന്നെ ഉള്ളത് കണ്ടുകൊണ്ട് വളരെ വൈകാരികമായിട്ട് അതിനോട് കണക്ട് ചെയ്തുകൊണ്ട് ഇതിനെ വലിയൊരു സംഭവമായിട്ട് നമ്മൾ മനസ്സിലേക്ക് എടുത്ത് അത് അങ്ങനെ തന്നെ ബ്രെയിനിനെ കൊടുക്കണം. സ്ഥിരമായിട്ട് നമ്മൾ ഇതിനകത്ത് നമ്മൾ സക്സസ് ആവുന്നത് നമ്മളെ നൂറുകണക്കിന് ആളുകളല്ല, ആയിരക്കണക്കിന് ആളുകളെ നമ്മൾ കണക്ട് ചെയ്യുന്നതും അവർ ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കുന്നതും നിങ്ങൾ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കുന്നതും നിങ്ങൾ ആഗ്രഹിക്കുന്ന മുഴുവൻ നടത്തുന്നതും നിങ്ങൾ ചാരിറ്റി ചെയ്യുന്നതും നിങ്ങളെ ആളുകൾ ബഹുമാനത്തോടുകൂടി നോക്കുന്നതും ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ സ്റ്റേജിലെ സെന്ററിൽ വന്ന് നിൽക്കുമ്പോൾ ആളുകൾ മുഴുവൻ കൈയടിക്കുന്നതും പുറകിലിരിക്കുന്ന ആളുകൾ പറയുന്നു നിങ്ങളെ കൊണ്ടാണ് അവർ രക്ഷപ്പെട്ടതെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു രോമാഞ്ചവും ഇതെല്ലാം നിങ്ങളുടെ മനസ്സിലെ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ഈ മൂവി കണ്ടുകൊണ്ടേ ഇരിക്കണം, ഇമോഷണൽ കണ്ടുകൊണ്ടേ ഇരിക്കണം. RIS ഉടനെ തന്നെ ആക്ടിവേറ്റ് ചെയ്യും. RIS എടുത്താലുള്ള ഗുണം എന്താണെന്നറിയോ? പിന്നെ നിങ്ങൾ എന്ത് കണ്ടാലും, ഞാൻ പറഞ്ഞല്ലോ, ഒരു റബ്ബർ ബാൻഡ്, ഇഫ് റബ്ബർ ബാൻഡ് റിമെയിൻസ് ലൈക്ക് ദാറ്റ്, ഇറ്റ് ഹാസ് നോ വാല്യൂ. ഓൺലി വെൻ ഇറ്റ് ഈസ് സ്ട്രെച്ച്ഡ്, then it has got some value. Like that, your brain has to work, brain has to stretch. Your RIS should notice. എന്താ ചെയ്യണ്ടേ? RIS എന്തൊക്കെ ചെയ്യും? ഉറങ്ങിക്കിടക്കുമ്പോഴും വർക്ക് ചെയ്യും. നിങ്ങൾ നടക്കുമ്പോഴും ഉറക്കത്തിലും നിങ്ങൾ ഉണർന്നിരിക്കുമ്പോഴും നിങ്ങൾക്ക് പെട്ടെന്ന് ശ്രദ്ധ കിട്ടാൻ, ഏതെങ്കിലും സ്ഥലത്തേക്ക് ശ്രദ്ധിക്കാൻ, നിങ്ങളുടെ മുമ്പിൽ പറ്റിയ ഒരാൾ വന്നു കഴിയുമ്പോൾ, ഒരു സാഹചര്യം വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് അലർട്ട് കിട്ടും. യെസ്, പറ്റിയ ആൾ വന്നു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഒരു കാര്യം നിങ്ങൾ നനച്ചിരിക്കുമ്പോൾ അയാൾ വരുന്ന പോലെ തോന്നുന്നൊക്കെ പറയുന്നതിന്റെ കാരണം അതാണ്. നിങ്ങളുടെ RIS വളരെ ആക്ടിവേറ്റഡ് ആണ്. അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് 10 പേരെ വിളിക്കാൻ തോന്നും. അപ്പൊ അതിനകത്ത് 2 പേര് കണക്റ്റഡ് ആവും. അങ്ങനെ ഇരിക്കുമ്പോൾ വേറൊരാൾ വരും. അപ്പൊ പണ്ട് കാലത്ത് ഇവരൊക്കെ മുമ്പിൽ വന്നിരുന്നാലും സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും നിങ്ങൾക്ക് അത് അനുകൂലമായ സാഹചര്യങ്ങളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാറില്ല. യു ആർ നോട്ട് ഏബിൾ ടു ഐഡന്റിഫൈ ഏർലിയർ വെൻ പീപ്പിൾ കെയിം ടു you, or you came to a right situation. You will not be able to take advantage of that situation because RIS is not active. Now RIS is very, very active because you have given all the food for RIS with the big picture, emotion, and all future scenes, and it is a big goals that you have created. So RIS is starting working, and it is a sophisticated filter and creates blind spots to junk. അതായത് അനാവശ്യമായ സ്ഥലങ്ങളിലേക്കൊക്കെ അവര് ബ്ലൈൻഡ് സ്പോട്ട് ഇടും. RIS ബോധർ ചെയ്യില്ല, വേറെ എന്തും ആലോചിക്കില്ല. അതേസമയം നിങ്ങളുടെ മുമ്പിൽ ഒരു സാധനം വന്ന് വീണാൽ RIS അപ്പൊ തന്നെ നിങ്ങൾക്ക് അലർട്ട് തരും. മാത്രമല്ല, ആക്ട്സ് ലൈക്ക് ആൻ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ്. നിങ്ങളുടെ ഒരു എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് പോലെ RIS വർക്ക് ചെയ്യും. ചുരുക്കത്തിൽ RIS അനങ്ങണത് എപ്പോഴാണെന്നറിയോ? നിങ്ങളുടെ വാല്യൂ, നിങ്ങൾ എന്തിനാണ് വാല്യൂ കൊടുക്കുന്നത്, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് മൂല്യം കൊടുക്കുന്നത്, നിങ്ങളുടെ ആക്ടിവിറ്റി ഒക്കെ എന്തിനെ ഓറിയന്റ് ചെയ്തിട്ടാണ്, ആ വാല്യൂ അനുസരിച്ച് RIS ഫോം ചെയ്യും. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഭീഷണി വന്നാൽ ഉടൻ തന്നെ RIS നിങ്ങൾക്ക് അലർട്ട് തരും. അതുപോലെ തന്നെ നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ പാകത്തിനുള്ള എല്ലാം RIS നിങ്ങൾ രാത്രി കിടന്ന് ഉറങ്ങുമ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ടാവും. അപ്പൊ RISനെ ആക്ടിവേറ്റ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പണി പകുതി അവൻ ചെയ്തോളൂ എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് ചെയ്യണമെങ്കിൽ വലിയ സ്വപ്നങ്ങൾ ഇട്ടാൽ മതി, അതിന് വലിയ തലവേദനയൊന്നുമില്ല. ഓൺലി തിങ് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഹൗ ടു ആക്ടിവേറ്റ് RIS. RIS can be activated only by projecting big picture with emotion, especially emotion and moving pictures of yourself. You should project in a big screen. Yes, I am going to achieve it. I am going to make it. Come what may, I am going to do it. Then RIS is active. RIS will start doing functioning. And അപ്പൊ എന്താണ് വേണ്ടത്? How to create what you want in Modicare or MLM. The first step we have learned. What is it? Create a paradigm. And what paradigm you are going to create? What paradigm you will create? Ordinary, good, or great? Connected to MLM. Naturally, if your RIS wants to get activated, you have to get a great paradigm. And how to create that great paradigm? How to create that kind of great visualization? You have to create a physical, mental, spiritual, emotional components to active RIS. വെറുതെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഞാൻ അങ്ങനെയാവും ഇങ്ങനെയാവും എന്ന് പറഞ്ഞ് കിടന്നുറങ്ങിയിട്ട് കാര്യമില്ല. ഒരു പോസ്റ്റർ ഒട്ടിച്ച് വെച്ചിട്ട് ലോ ഓഫ് അട്രാക്ഷൻ ഇങ്ങോട്ട് വന്നോളും. ഞാൻ ഈ പടം മാത്രം രാവിലെ ഉച്ചയ്ക്ക് കണ്ടാൽ മതി, എന്റെ സ്ക്രീൻ സേവർ പൈസ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കണം കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ പിന്നെ മോളിൽ നിന്ന് ആകാശത്ത് നിന്ന് വന്നോളും, ഞാൻ ഇങ്ങനെ ഇരുന്നാൽ മതി. നെവർ. നിങ്ങൾ അതിനെ ഫിസിക്കലായിട്ടും മെന്റലായിട്ടും സ്പിരിച്വൽ ആയിട്ടും ഇമോഷണൽ ആയിട്ടും അതിനെ എടുത്ത് നിങ്ങളെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റണം.
അങ്ങനെ ആക്ടിവേറ്റ് ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് മാസീവ് ആക്ഷൻ കൊണ്ടുവരണം എന്ന് പറയുന്നത്. ഓൺലി മാസീവ് ആക്ഷൻ can produce massive results. For example, in New Life Commune, we are following a project called Project 1000, which is to be completed in 90 days for serious people. Again, I am telling you, this is only for great people who wants to create something great in no time. That will bring a shift in paradigm. അതൊരു വലിയ രീതിയിൽ ഒരു പാരഡൈം ഷിഫ്റ്റ് ഉണ്ടാക്കും. കാരണം നിങ്ങൾക്ക് മാസീവ് ആക്ഷൻ കൊണ്ടുവരണം. നിങ്ങൾക്ക് 1000 പേരുടെ ലിസ്റ്റ് ഇടണം. നിങ്ങൾക്ക് 100 പേരുടെ ലിസ്റ്റ് ഇടാൻ പറ്റുമെന്ന് അറിയാത്ത ഒരാളാണ് പെട്ടെന്ന് 1000 പേരുടെ ലിസ്റ്റ് ഇടുന്നു. അത് ഉടനെ തന്നെ ഷീറ്റ് എടുക്കുന്നു. നിങ്ങൾ കൈകൊണ്ട് പേന പിടിക്കുന്നു. നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുന്നു. വലിയ ലിസ്റ്റിനെ കുറിച്ച് ആലോചിക്കാൻ തുടങ്ങുന്നു. സോ ഫിസിക്കൽ കമ്പോണന്റ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ പേനയുണ്ട്, കടലാസുണ്ട്, ഡയറി ഉണ്ട്. നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ആത്മീയമായി നിങ്ങൾ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വലിയ വർക്കാണ്. 1000 പേരിലേക്ക് ഇത് എത്തിക്കാൻ കഴിയുന്നു. ഒരു പ്രൊജക്ട് തീരുമ്പോൾ 1000 പേരിലേക്ക് നിങ്ങൾ ഈ നല്ല സന്ദേശം എത്തിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ സന്ദേശവാഹകരാണ്. 1000 പേരിലേക്ക് എത്തിക്കുന്ന ഒരു പ്രൊജക്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നു. ഇമോഷണലി നമ്മൾ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വാല്യൂ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട്, ഒരു വിഷന്റെ ഭാഗമായിട്ട് നമ്മൾ അത് എത്തിക്കുന്നു. സോ നാച്ചുറലി അത് നിങ്ങളെ എങ്ങനെയെങ്കിലും എന്ത് ചെയ്യും, ഈ ഓർഡിനറിയിൽ നിന്ന് പതുക്കെ ഗുഡിലേക്കും ഗുഡിൽ നിന്ന് ഗ്രേറ്റിലേക്കും ഉള്ള ഒരു പാരഡൈമിലേക്ക് ഇടും. നിങ്ങൾക്ക് ആ ഒരു 3 മാസം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് 50,000 രൂപ എല്ലാ മാസം കിട്ടുന്നത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. 50,000 രൂപ എവറി മന്ത് എന്നുള്ളത് നിങ്ങളുടെ ബാങ്കിൽ 1 കോടി രൂപ ഇട്ടാൽ മാത്രം കിട്ടുന്ന ബാങ്ക് ഇൻട്രസ്റ്റ് ആണത്. അപ്പൊ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ഒരു 1000 പേരെ ഈ ഇൻഫർമേഷൻ കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് 50,000 രൂപ വരുന്ന രീതിയിലേക്കുള്ള ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന 100% ഉറപ്പാണ്. 100% ഉറപ്പാണ്. അത് 1000 പേരിലേക്ക് പോകാനുള്ള എല്ലാ ടൂൾസും ഉണ്ട്, സിസ്റ്റം ഉണ്ട്, പ്രോസസ്സും ഉണ്ട്. നമ്മൾ എന്താ ചെയ്യുന്നത്? 1000 പേരിലേക്ക് ഈ പറയുന്ന ലോകത്ത് എവിടെയും കിട്ടാത്ത ഒരു വലിയ അവസരത്തിന്റെ സന്ദേശം കൊടുക്കുന്നു. ഇന്നത്തെ ജനങ്ങൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല കാര്യം, ഇന്നത്തെ കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഉൽപ്പന്നങ്ങൾ. അവർ വീട്ടിലിരുന്ന് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് അവരുടെ ചെലവുകൾ വരുമാനമാക്കാനും അത് മറ്റുള്ളവരോട് പറഞ്ഞ് അതൊരു വലിയ സമ്പാദ്യമായിട്ട് വളർത്തി അടുത്ത തലമുറയ്ക്ക് കൈമാറാനുമുള്ള ഒരു അസുലഭമായ അവസരം, ഏറ്റവും കുറഞ്ഞ വിലക്ക് കിട്ടുന്ന ഏറ്റവും മികച്ച കമ്പനി, ഏറ്റവും വളർച്ചാ നിരക്ക് കൊടുത്ത കമ്പനി, ഇന്ന് കിട്ടാവുന്ന ഏറ്റവും നല്ല കമ്പനി. ഇത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടന്ന് തിളയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ രാവിലെ എണീറ്റാൽ നമ്മൾ ആദ്യം ഇതിനെപ്പറ്റി ചിന്തിക്കും. രാത്രി കിടന്ന് ഉറങ്ങുമ്പോഴും നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിക്കും. RIS ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ നമ്മൾ കാണാത്ത കാര്യങ്ങൾ കണ്ടു തുടങ്ങും. നമ്മൾ പത്രം കണ്ടാലും കേട്ടാലും ആൾക്കാരെ കണ്ടാലും വായിച്ചാലും ഫേസ്ബുക്ക് കണ്ടാലും എന്ത് കണ്ടാലും ഇതിനെ പറ്റി ആളുകൾ നമ്മുടെ മുമ്പിൽ വരുന്ന പോലെ നമുക്ക് തോന്നും. ബിക്കോസ് യുവർ RIS is activated. Only because you are serious about this. അത് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത് അച്ചീവ് ചെയ്യണമെന്ന് പറയുമ്പോൾ എല്ലാവർക്കും പ്രഷർ വരും. ആ പറഞ്ഞ പ്രഷറിൽ അതൊരു വലിയ ഒരു മാസീവ് ആക്ഷനിലേക്ക് കൊണ്ടുവരും. മാസീവ് ആക്ഷൻ മാസീവ് റിസൾട്ട്സ് കൊണ്ടുവരും. ഇങ്ങനെയാണ് അത് വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. അപ്പൊ എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ്? ശരിയായ കാഴ്ചപ്പാട്. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ക്രിയേറ്റ് റൈറ്റ് പാരഡൈം അബൌട്ട് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആൻഡ് മോദി കെയർ. ആൻഡ് വൺസ് ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക, ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് എ പാർട്ട് ഓഫ് ലാസ്റ്റ് സ്റ്റെപ്പ്. ആദ്യത്തെ സ്റ്റെപ്പ് എപ്പോഴും ലാസ്റ്റ് സ്റ്റെപ്പിന്റെ പാർട്ടും കൂടിയാണെന്ന് മനസ്സിലാക്കുക. അല്ലാതെ ഈ സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടന്റ് അല്ല, നോട്ട് ഇമ്പോർട്ടന്റ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് നോട്ട് ഇമ്പോർട്ടന്റ്, ഓൺലി ദ ഗോൾ ഈസ് ഇമ്പോർട്ടന്റ്. നോ, this step is only a means to reach the goal. No, this step actually contains the last step also. In a way, first step is equal to last step. നിങ്ങളുടെ നല്ലൊരു കാഴ്ചപ്പാടിന് നിങ്ങളെ അങ്ങോട്ട് വലിച്ചയക്കാനുള്ള കഴിവുണ്ട്. രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ പോരെ. അങ്ങനെ ആവുമ്പോൾ ആ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ ലാസ്റ്റ് സ്റ്റെപ്പ് ഒളിഞ്ഞു കിടപ്പുണ്ട്. നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ലാസ്റ്റ് സ്റ്റെപ്പിലേക്കുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ ലാസ്റ്റ് സ്റ്റെപ്പ് ഉണ്ട്. മാത്രമല്ല, ജീവിതത്തിൽ എന്നും ഒരു സ്റ്റെപ്പേ നിങ്ങൾ കാണാൻ പോകുന്നുള്ളൂ. മരണം വരെ ഓരോ ദിവസത്തെ സ്റ്റെപ്പ് മാത്രമേ നിങ്ങൾ കാണാൻ പോകുന്നുള്ളൂ. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ മുമ്പിലുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അവിടെ എവിടെയോ കിടക്കുന്ന ലാസ്റ്റ് സ്റ്റെപ്പ് അല്ല, ഇവിടെ ഇപ്പോൾ കിടക്കുന്ന ഈ സ്റ്റെപ്പാണ് എന്ന് മനസ്സിലാക്കുക. ഒന്നും അവിടെ ഇല്ല. അവിടെ ഉള്ളത് വെറും ഇല്യൂഷനാണ്, മായയാണ്. നിങ്ങൾക്ക് അവിടെ ഒന്നുമില്ല, എല്ലാം ഇവിടെയാണ്. ഇവിടെ നിങ്ങൾ ചെയ്യുന്ന ആദ്യത്തെ സ്റ്റെപ്പിൽ നിങ്ങളുടെ മനസ്സിൽ ആ വലിയ ഗോൾസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യത്തെ സ്റ്റെപ്പ് വയ്ക്കുന്നത് നിങ്ങൾ ഒരു ഡിസ്ട്രിബ്യൂട്ടറുടെ ഭാഗമായിട്ടാണോ, നിങ്ങൾ ആദ്യത്തെ സ്റ്റെപ്പ് വയ്ക്കുന്നത് ഗ്ലോബൽ ബ്ലാക്ക് ഡയമണ്ട് ഡയറക്ടറിന്റെ ഭാഗമായിട്ടാണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ചെന്നൈയിലുള്ള ലേഡി പറഞ്ഞില്ലേ, 2015 വന്നപ്പോ പറഞ്ഞില്ലേ, തസ്നീം എന്ന് പറഞ്ഞ ലേഡി, പ്രായമുള്ള ലേഡി, മുസ്ലിം ലേഡി, അവരെന്താ പറഞ്ഞത്? 2015 ഞാൻ തീരുമാനിച്ചു, ഞാൻ തമിഴ്നാട്ടിൽ ആദ്യത്തെ ഗ്ലോബൽ ബ്ലാക്ക് ഡയമണ്ട് ഡയറക്ടർ ഞാനാവണം. She decided that I should become the first global black diamond director of Tamil Nadu, like Surekha Bhargava. She decided. So her first step was like a global black diamond director. She started thinking like a global black diamond director. She started acting like a global black diamond director. And ultimately in 3 years time, she became global black diamond director. Though Modi Care is operating there from right 1996. Modi Care was there from 1996. But the first GBDD came only into existence from her, who joined only in the year 2015. That what is the difference? All other people started working like a 7%er or 10%er, but she started working
ലൈക്ക് എ ഗ്ലോബൽ ബ്ലാക്ക് ഡയമണ്ട് ഡയറക്ടർ റൈറ്റ് ഫ്രം ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ആദ്യത്തെ സ്റ്റെപ്പ് മുതൽ അവർ ഗ്ലോബൽ ബ്ലാക്ക് ഡയമണ്ട് ഡയറക്ടർ ആയിരുന്നു. വിനോദും അതുപോലെ തന്നെ വന്നതാ. 2015 ജൂൺ 25 വിനോദ് ആദ്യമായിട്ട് കടന്നു വന്ന് ഫസ്റ്റ് ഡേ സൈൻ ചെയ്തപ്പോ ഡിക്ലെയർ ചെയ്തിട്ടാ വന്നത്, I am going to work like a global black diamond director. I started thinking like global black diamond director. 2018 ഓഗസ്റ്റില് പ്രളയം വന്ന് എല്ലാം താഴെ വരുന്ന സമയത്താണ് ഞാൻ ഗ്ലോബൽ ബ്ലാക്ക് ഡയമണ്ട് ഡയറക്ടർ ആയി. അതേ മാസം തന്നെയാണ് തസ്നീമും ചെന്നൈയിൽ ഗ്ലോബൽ ബ്ലാക്ക് ഡയമണ്ട് ഡയറക്ടർ. അതുകൊണ്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. രണ്ടുപേരും സ്റ്റാർട്ട് ചെയ്ത് 2015 രണ്ടുപേര് അത് അച്ചീവ് ചെയ്ത് 2018. വെറും 3 വർഷം കൊണ്ട് നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ റൈറ്റ് ഫ്രം ദ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ അതുപോലെ ചിന്തിക്കുന്നു, അതുപോലെ സംസാരിക്കുന്നു, അതുപോലെ പ്രവർത്തിക്കുന്നു, അതുപോലെ എല്ലാ റിസോഴ്സുകളും അതിനകത്ത് ഇടുന്നു, ജീവിതമായിട്ട് ഇതിനെ മാറ്റാം എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ അത് എനിക്ക് ജീവിതം തിരിച്ചു തന്നു. അതുകൊണ്ട് ചെറിയ ചെറിയ സ്റ്റെപ്പ് എടുക്കുന്ന പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ആൾവേസ് ടേക്ക് ദ ബിഗ് സ്റ്റെപ്പ് നൗ. കാരണം ദെൻ എന്ന് പറഞ്ഞ സംഭവം ഇല്ല. ഞാൻ പറഞ്ഞ 10 മിനിറ്റ് കഴിഞ്ഞോ 10 ദിവസം കഴിഞ്ഞോ അടുത്ത ദിവസം അല്ല, അതൊന്നും റിയാലിറ്റി അല്ല. ഇപ്പോ ഇവിടെ ഈ സമയത്ത് നിങ്ങൾ വെക്കാൻ പോകുന്ന ആദ്യത്തെ സ്റ്റെപ്പ് വലുതാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ സ്റ്റെപ്പിൽ തന്നെ അടുത്ത സ്റ്റെപ്പ് ഒളിഞ്ഞിടപ്പുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പിൽ അതിന്റെ അടുത്ത സ്റ്റെപ്പ് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഇഫ് യു തിങ്ക് ബിഗ് യു വിൽ ടേക്ക് ദ ബിഗ് സ്റ്റെപ്പ് നൗ. A list of 1,000 people is a big step for great people, not for good or ordinary people. It's only for great people. There is no tomorrow. ജീവിതത്തിൽ ഒരിക്കലും നാളെകളില്ല. നിങ്ങളുടെ ജീവിതത്തിൽ മരണം വരെ ഇന്നുകളായിട്ട് വന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് പ്രായമായിക്കൊണ്ടിരിക്കണ്ടാവും, പക്ഷെ നാളെ എന്ന് പറഞ്ഞ സാധനമില്ല, ഇന്ന് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. താങ്ക് യു ആൻഡ് ഐ ഹോപ്പ് യു വിൽ ടേക്ക് എ ബിഗ് സ്റ്റെപ്പ് വിത്ത് മീ. എന്റെ ഒപ്പം നിങ്ങൾ ഒരു വലിയ സ്റ്റെപ്പ് വെക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ വലുതായി മാറട്ടെ, നിങ്ങളുടെ ബ്രെയിൻ അതനുസരിച്ച് വലുതായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ, നിങ്ങളുടെ RIS നിങ്ങളുടെ കൂടെ നിൽക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള ആഗ്രഹങ്ങളും നിങ്ങളുടെ ശരിയായ രീതിയിലുള്ള കാഴ്ചപ്പാടുകൾ സൃഷ്ടിക്കുന്നത് വഴിയും അത് നിങ്ങളുടെ ബ്രെയിനിലേക്ക് കൊടുത്ത് ശരിയായ രീതിയിലുള്ള കാഴ്ചപ്പാടുകളിലൂടെ ഓരോ സ്റ്റെപ്പുകളും വെക്കുന്നത് വഴിയും അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ള നിലയിൽ 1000 പേരുടെ ലിസ്റ്റ് ഇടാനുള്ള ഒരു ബിഗ് പിക്ചർ മനസ്സിലുണ്ടാക്കി 1000 പേരുടെ ലിസ്റ്റ് ഇട്ട് 90 ദിവസം കൊണ്ട് തന്നെ 1000 പേരുടെ ഒരു പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ബ്രെയിൻ ഏറ്റെടുക്കും. നിങ്ങൾ ചിന്തിക്കുന്നതെല്ലാം പ്രപഞ്ചം ഏറ്റെടുക്കും. പ്രപഞ്ചം അതനുസരിച്ച് തന്നെ റെസ്പോണ്ട് ചെയ്യും എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു പ്രസന്റേഷൻ അവസാനിപ്പിക്കുന്നു. വിഷ് യു ഓൾ ദ സക്സസ് ആൻഡ് എ ഗ്രേറ്റ് ലൈഫ് ഇൻ മോദി കെയർ, ഇൻ ന്യൂ ലൈഫ് കമ്മ്യൂൺ. താങ്ക് യു വെരി മച്ച്.